വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു മാങ്ങാക്കറി ഉണ്ടാക്കുന്ന റെസിപ്പിയിലോട്ട് പോകാം. തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത മാങ്ങ ഓരോന്നും എടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേഗത്തിൽ മാങ്ങ വെന്ത് കിട്ടാനാണ്. ഇതിനകത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വേവുമ്പോഴേക്കും ഇതിൻ്റെ കൂട്ട് നമുക്ക് റെഡിയാക്കാം. മിക്സിയുടെ ജാറെടുത്ത് ഒരു മുറി തേങ്ങ തിരികിയത് ഇതിനകത്തോട്ടിടാം. ചുമന്ന ഉള്ളി 3 എണ്ണം, പച്ചമുളക് 3 എണ്ണം, പൂണ്ട് 3 അല്ലി, ഒരു തണ്ട് കറിവേപ്പില, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ഗ്ലാസ് വെള്ളം. ഇവ ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. മാങ്ങ ഇവിടെ വെന്ത് റെഡിയായി. ഇതിന് നമുക്ക് നല്ലതുപോലെ ഉടച്ചെടുക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട് മാങ്ങ. ഒരുപാട് ഉടഞ്ഞു പോകാതെ ആവശ്യത്തിന് ഉടച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്ത അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. മാങ്ങാക്കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങയെല്ലാം നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറിയ തീയിട്ട് ചൂടാക്കി ഉപ്പെല്ലാം ഇട്ട് റെഡിയാക്കി മാറ്റാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട്, കടുക് പൊട്ടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. മാങ്ങാക്കറി നല്ലതുപോലെ തിളപ്പിച്ച് കളയല്ലേ, ചെറിയ ചൂടാക്കി ഇറക്കി മാറ്റിയെടുക്കാം. എന്നിട്ട് കടുക് താളിച്ച് നമുക്ക് ഒഴിക്കാം. മാങ്ങാക്കറി തിളച്ച് പോയാൽ ടേസ്റ്റ് കാണില്ല. നല്ലതുപോലെ ബ്രൗൺ കളറായതിന് ശേഷം കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് ഇത് റെഡിയായി കഴിഞ്ഞ് നമ്മൾ കറിയുടെ മുകളിലോട്ട് ഒഴിക്കാം. മാങ്ങാക്കറിയുടെ റെഡിയായി കഴിഞ്ഞ്, വളരെ വേഗത്തിൽ നമ്മൾ മാങ്ങാക്കറി റെഡിയായി കഴിഞ്ഞ്. നിങ്ങളെല്ലാവരും ഒരു വട്ടം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ മാങ്ങാക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.